ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ മുന്നേ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുടെ മറുപടി ഞാൻ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യങ്ങളും എൻ്റെ ഫാമിലിയെ പറ്റിയും എൻ്റെ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ബാക്കി അടുത്ത ഒരു വീഡിയോയിലൊക്കെ പറയാമെന്ന് ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അന്ന് ഞാൻ പാരിപ്പള്ളി എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ പാരിപ്പള്ളിയാണ്. എൻ്റെ സ്ഥലം കടയ്ക്കലാണ്. എനിക്ക് 2 മക്കൾ, ഒരു മോള് ഒരു മോന്. ഇപ്പം 4 മക്കളുണ്ട്, 2 ചെറുമക്കളുണ്ട്. എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് 2 പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോ ഇപ്പോൾ സ്ഥിരമായിട്ടൊന്നും കാണുന്നില്ല, ചേച്ചിയുടെ ഒറിജിനലായിട്ട് ചേച്ചിയുടെ ഏത് ജില്ലയിലാണ്? ഞാൻ പറഞ്ഞു അന്നും ഞാൻ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലം കടയ്ക്കൽ ചാണപ്പാറ എന്ന ഒരു കൊച്ചു ഗ്രാമമായിരുന്നു. ചാണപ്പാറ എന്നൊരു ചെറിയ ഗ്രാമമായിരുന്നു. ഇപ്പോൾ ആ ഗ്രാമം എല്ലായിടവും അറിയപ്പെട്ട ഒരു ഗ്രാമമായി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 10 വർഷത്തിനകത്ത് വെച്ച് നല്ല ഒരു അറിയപ്പെടുന്ന ഗ്രാമമായി. എൻ്റെ സ്ഥലം നല്ലൊരു അതായിരുന്നു. അവിടെ ആണ് എൻ്റെ സ്ഥലം. കടയ്ക്കലാണ് എൻ്റെ സ്ഥലപ്പേര്. ഞങ്ങൾ എന്ത് സാധനം മേടിക്കണമെങ്കിലും എന്തിനു പോകണമെങ്കിലും ഇപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ഞങ്ങൾ പറയില്ലേ, പാരിപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം, കൊട്ടിയം അങ്ങനെ പറയില്ലേ, അതുപോലെ ഞങ്ങൾ പറയുന്നത് കടയ്ക്കലാണ്. ഞാൻ കടയ്ക്കക്കാരിയാണ് എന്ന് പറയില്ലേ. അപ്പോൾ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് പാരിപ്പള്ളിയാണ്. എൻ്റെ സ്ഥലം കടയ്ക്കലാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഉത്സവം എന്ന് പറയുന്ന, കടയ്ക്കക്കാരുടെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് കടയ്ക്കൽ തിരുവാതിരയാണ്. നിങ്ങളെല്ലാം കേട്ട് കാണും, കടയ്ക്കൽ തിരുവാതിരയാണ്. അപ്പം ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മുടെ കടയ്ക്കൽ തിരുവാതിരയാണ് ഏറ്റവും വലിയ, നമ്മുടെ ഇതിലെ കടയ്ക്കക്കാരുടെ ഏറ്റവും വലിയ ഒരു ഉത്സവം. അപ്പം നമ്മുടെ ഈ കടയ്ക്കൽ നിന്ന് കുറച്ച് ഇതായിട്ട് പോകുമ്പോഴത്തേക്കാണ് ചടയമംഗലം ജഡായുപ്പാറ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പം നമ്മുടെ ഈ ചടയമംഗലത്തുള്ളതാണ് നമ്മുടെ പ്രവീൺ കൊച്ചു അങ്ങനെ പ്രണവ് കൊച്ചു. അപ്പം ഇത് നമ്മുടെ തൊട്ടയലത്തുള്ള കൊച്ചുങ്ങളാണ്. അവരുടെ 2 പേരുടെയും വീഡിയോ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടം. ഞാൻ 2 പേര് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വീഡിയോയിലുള്ളായിരുന്നു. അനിയനും ചേട്ടനും മരുമകളും അമ്മയും അച്ഛനും അടങ്ങിയതായിരുന്നു അവരുടെ കുടുംബം. ഭയങ്കര ഇഷ്ടമോടെ ഭയങ്കര സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു. പിന്നെയാണ് അവരുടെ കുടുംബത്തിലെന്തോ, അപ്പോൾ എല്ലാ കുടുംബത്തിലുമൊക്കെ വരുന്ന കണക്കുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ഇതിലുണ്ടായി, സ്വാരസ്യങ്ങളുണ്ടായി, ചെറിയ പ്രശ്നങ്ങളുണ്ടായി. അതിൽ ഒരു അനിയനും ചേട്ടനും ചേട്ടത്തിയും കൂടെയൊക്കെ ഒരു ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പല ഇതും കണ്ട് അന്തം വിട്ടിരുന്നു പോയിട്ടുണ്ട്. ഇത്രയും നല്ല ഐക്യതയുള്ളൊരു കുടുംബമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അന്തിച്ചിരുന്നു പോയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഒരു ഐക്യതയുള്ള കുടുംബമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് വെച്ചാണിപ്പം നമ്മുടെ മരുമോളുടെ മൃദുലയുടെ അച്ഛൻ പെട്ടെന്ന് ഒരു രാത്രി പെട്ടെന്ന് അറ്റാക്ക് വന്നു. നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു ഇതായിരുന്നു. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അവർ രാവിലെ നോക്കിയപ്പോൾ കാണാൻ കിടക്കുന്നു ഇന്നയാൾ മരണപ്പെട്ടു എന്ന്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ അറ്റാക്ക് എന്ന് പറയുന്ന ഇപ്പം ഞാനിപ്പോൾ ഇരുന്ന് വീഡിയോ ഇടുന്നു, നാളെ നമ്മളെ കണ്ടെന്ന് പറയും. ഇന്നത്തെ ലോകം അങ്ങനത്തെ ഒരു ഇതാണ്. ഇന്നത്തെ നമ്മളുടെ ആഹാര ഒരു ഇതായാലും എങ്ങനെയായാലും അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ രാവിലെ കാണുന്നു ഇങ്ങനെ മൃദുലയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള ഒരിത് കൊച്ചുകുട്ടിയേക്കുന്നതാണ് കണ്ടത്. അപ്പം അന്ന് അതിൻ്റെ തൊട്ട് കുറച്ച് മുന്നേ ആയിട്ടാണ് അവരുടെ കുടുംബത്തിലെന്തോ ചെറിയ ഇഷ്യൂ ഒക്കെ ആയി. അന്ന് മരുമോൾ ഏകദേശം 8 മാസത്തോളമൊക്കെ ആയി. അത് കഴിഞ്ഞ് അവൾ പ്രസവിക്കുന്നു, ഒരു ആൺകുഞ്ഞ്. അങ്ങനെ അതിന് ശേഷം അവർ
വീടും വസ്തുവൊക്കെ തിരുവനന്തപുരത്ത് വാങ്ങുന്നു, താമസം മാറുന്നു. പാലുകാച്ചന് പ്രണവിൻ്റെ അവരുടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊച്ചിനെ കാണാനും ഒക്കെ പോകുന്നുണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊച്ചുവിന് എപ്പോഴും ഈ കൊച്ചിനെ എടുത്ത് ലാളിക്കാനൊക്കെ പറ്റാത്തതിലും ഈ കാര്യം ഇവർക്കുള്ള അമ്മയെ വിരിച്ചു വച്ചിരിക്കുകയാണ് ആ കൊച്ചെന്ന് പറഞ്ഞാൽ ആ കൊച്ച് അച്ചാമ്മയെ പോലെ ഇരിക്കുകയാണ്. അതപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയുകയും ചെയ്യുന്നുണ്ട് കൊച്ചിൻ്റെ കാര്യം. അപ്പം ആ കൊച്ചു ഇപ്പോൾ ചെറിയ മോന് ഡാൻസ് ചെയ്യുമ്പോൾ ഈ വലത് കൈയുടെ ഷോൾഡറിനായിട്ട് ചെറിയൊരു ഫിസിക്കൽ എന്തോ ഒരു ചെറിയ ഇതുള്ളത് കൊണ്ടത് കീ ഹോൾ ചെയ്യാൻ പറ്റാതെ ഓപ്പൺ സർജറി ചെയ്ത് അത് SP പോർട്ടർ ഹോസ്പിറ്റലിൽ അതിൻ്റെ ഒരു ചെറിയ സർജറി ചെയ്ത് സർജറി കഴിഞ്ഞപ്പോൾ റെസ്റ്റിലാണ്. എന്നാലും ആ സമയത്ത് പക്ഷേ ആ ചേട്ടനെ മാത്രം ആ സ്ഥലത്ത് കാണുന്നില്ല. അത് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ, പക്ഷെ ആ വീഡിയോയിൽ അവനെ കാണുന്നില്ല. ചേട്ടനെയും ചേട്ടത്തെയും ആരെയും കാണുന്നില്ല. പക്ഷേ ആ അനിയൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ചേട്ടൻ എന്നുള്ള ഒരു വിഷമം അവൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട്. അവരത്ര ഇതായിട്ട് അവർ താമസിച്ചതും കഴിഞ്ഞതും എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. അതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ പബ്ലിക്കിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഊതിപ്പെരുക്കി വലിയ ഇഷ്യൂ ആയി അതവരെ തമ്മിൽ തെറ്റിക്കാനുള്ള ഒരിതാണ് നമ്മളെ പബ്ലിക്കെന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെ വീട്ടിനകത്തുള്ള വിഷയങ്ങൾ നമ്മളെ വീട്ടിനകത്ത് തന്നെ ഒതുക്കി കൂട്ടുന്നതാണ് നല്ലത്. ഒരിക്കലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിക്കാക്കി അവർ തമ്മിൽ പിണക്കമില്ലെങ്കിൽ പബ്ലിക്കിൽ ഉള്ള ആൾക്കാർ അത് തമ്മിൽ അവരെ അകറ്റി അത് വേണ്ടുന്ന രീതിക്കാക്കി എടുക്കും. അതുകൊണ്ട് ഈ അനിയനും ചേട്ടനും ആ ചേട്ടത്തിയും എന്ത് സ്വരൂപം ആയിട്ടൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ അവന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റിലായിരിക്കും. SP പോർട്ട് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വിരലിൻ്റെ തുമ്പിൽ ദേ കണ്ടോ, എൻ്റെ ആ വിരലിരിക്കുന്നുണ്ടോ, കണ്ടോ, ദൈവമേ, അവിടെ കൊണ്ടെത്തിച്ചത് കൊണ്ട് ഇന്ന് ഈ വിധമായി. ആ ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്തത്, വെച്ചൊട്ടിച്ച് അവർ ഇത് ചെയ്തത്. എൻ്റെ സർജറിയുടെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ ഓർമ്മിക്കുമ്പോൾ പറയാം എനിക്ക് ചെയ്ത സർജറിയുടെ പേര്. അത് എത്ര 3 മണിക്കൂറോളം എടുത്താണ് അവർ ഈ സർജറി ചെയ്തത്. ഈ കയ്യിൽ ഇത്രയേ ഉള്ളെങ്കിലും 3 മണിക്കൂറെടുത്താണ് അവർ ഈ വിരലിൻ്റെ ഷേപ്പ് എടുത്ത് അങ്ങനെ അത് ഓരോന്ന്. പിന്നെ എനിക്ക് കാലിൻ്റെ അവിടെ വണ്ണേന്ന് ശകലം അവർ ചെത്തിയും കൂടെ എടുത്ത് കൂടെ ഇതാക്കിയാണ് ഇങ്ങനെ ഇതാക്കിയത്. കാര്യം ഒരു കൈയുടെ ഇതിങ്ങനെ ചേന്തി ഇതായിരുന്നു. പക്ഷേ എന്തായാലും ദൈവകൃപ കൊണ്ട് ഇപ്പോൾ കണ്ടോ ഇങ്ങനെ വന്ന് ഇത്തിരി ഒരു ഇതുണ്ട് എന്നുള്ളൊരിത് കണ്ടോ, അത്ര മതി. പക്ഷേ ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആ പഴയ ഇത് കുറച്ച് ചെറിയ കാര്യങ്ങൾക്കൊക്കെ അത് മായി. പക്ഷേ അന്നേ പോയി ഫിസിയോതെറാപ്പി ചെയ്യണമായിരുന്നു എന്ന് തോന്നുന്നു. അവസാനം ഹോസ്പിറ്റലിൽ നമ്മളങ്ങ് നിർത്തി. അവസാന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. അതിൻ്റേതായ കൈപ്പെരുപ്പും വിരൽ മടങ്ങുന്നതിനും ഞാൻ എപ്പോഴും ഇങ്ങനെ എക്സർസൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് ചെല്ലാൻ പറയുന്ന സമയം നമ്മൾ കൃത്യമായിട്ട് പോവുകയും അവർ പറയുന്ന കാര്യങ്ങൾ അതും ഈ വിരളൊക്കെ എല്ലാവരും ഇനി വഴക്ക് പറയാത്തവരായിട്ട് ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് അന്ന് തൊട്ട് എല്ലാ ചൊവ്വാഴ്ചയും തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ പോകണം. കാര്യം എനിക്ക് ബസ്സിൽ കയറി പിടിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ, ഈ കൈ ഇങ്ങനെ ആയിട്ട്. അപ്പം വണ്ടി വിളിച്ചാണ് എന്നും പോണത്. അപ്പം എല്ലാം ഈ പറഞ്ഞ കണക്ക് എൻ്റെ മോനല്ലേ എല്ലാം ഇതാക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് ഇതാക്കി അവസാനം ഞാൻ തന്നെ താനെ നിർത്തിയതാണ്. അപ്പം അതിൻ്റേതായ ഇത് കണ്ടോ, ആ വിരലിൻ്റെ ഇപ്പോഴും ആ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. അത് ഫിസിയോതെറാപ്പി ഇനി ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിച്ച് എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞത് കാണിച്ച് റെഡിയാക്കണം. അപ്പം ഞാൻ പറയാൻ വന്നതല്ല, ആ ഹോസ്പിറ്റലിലാണ് ഇപ്പം കൊച്ചുവിൻ്റെ ഓപ്പറേഷൻ നടന്ന് ഇപ്പം റെസ്റ്റിലായിരിക്കും. ആ ഓപ്പറേഷന് ഡ്രസ്സൊക്കെ മാറി കൊണ്ടുപോകുന്നതും അച്ഛനും അമ്മയ്ക്കും എല്ലാം ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയും പറഞ്ഞ് പോകുന്ന കണ്ടപ്പോൾ നമുക്ക് തന്നെ ഇവിടെ വീട്ടിലിരുന്ന് നമുക്ക് തന്നെ
സങ്കടം വന്ന്. എനിക്കാണെങ്കിൽ ഈ ആൺകൊച്ചുങ്ങളെ ആയാലും പെൺകൊച്ചുങ്ങളെ ആയാലും എൻ്റെ മക്കളെ പ്രായമൊക്കെ ഉള്ള എൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി കൂടെ ഞാൻ അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് സിനിമ കണ്ടാൽ പോലും ഞാനിരുന്ന് കരയും. എൻ്റെ സ്വഭാവ രീതി അങ്ങനെയാണ്. അപ്പം എല്ലാവരും പറയും കണ്ടാൽ അങ്ങനെയല്ല, ഭയങ്കര തൻ്റെയോടും ധൈര്യമൊക്കെ ആണെന്ന് തോന്നുമല്ല. ഞാൻ പറയാം അതാണ് ആളിലുള്ള വണ്ണത്തിലുള്ള ഇതേ ഉള്ളൂ, ആളിലൊരു ഉപയോഗവും ഇല്ല. പക്ഷേ എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങളുണ്ട്, അതിനോട് ഞാൻ യോജിച്ച് അതിനോട് ഞാൻ യോജിച്ച് തന്നെ നിൽക്കും. അങ്ങനെ ഒരു ചില കാര്യങ്ങൾ എനിക്കുണ്ട്. അതിന് എടുത്താൽ എടുത്തത് തന്നെയാണ്. അതിന് അങ്ങനെയൊക്കെ ചില ഇതൊക്കെ ഉണ്ട്. അതെൻ്റെ സ്വഭാവ ഇതിലുള്ള ഒരു കാര്യമാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം നോക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് ധൈര്യപൂർവ്വം ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ പിന്നോട്ട് മാറി ഞാൻ നീങ്ങിയിരിക്കില്ല. എന്നെക്കൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ജോലിക്കൊക്കെ ഇറങ്ങി പോകുന്നതായാലും എല്ലാവരും പറയും അത് നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയും. ഞാൻ പറയും അങ്ങനെയാണ്, അല്ലാതെ നമ്മൾ വീട്ടിൽ കയറി ചടഞ്ഞ് അയ്യേന്നും പറഞ്ഞ് ഇരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നതാണെന്ന് തോന്നിയാൽ ഞാൻ മുന്നോട്ട് തന്നെ പോകും, പിന്നോട്ട് എന്തായാലും പോവില്ല. അങ്ങനെ തന്നെയാണ് ഇതുവരെയും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊച്ചുവിൻ്റെ കാര്യം ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ആ റൂം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മക്കുള്ള എന്നെ SP പോർട്ടലിൽ ചെന്ന് നമ്മൾ SP പോർട്ടലല്ല ഇപ്പോൾ SP പോർട്ടലിൻ്റെ പുതിയ ഹോസ്പിറ്റൽ അതിൻ്റെ തൊട്ടുപുറത്ത് അതിൽ നിന്നും ഒരുപാട് വലിയ ഹോസ്പിറ്റൽ SP പോർട്ടലുകാർക്കുള്ള ഹോസ്പിറ്റൽ നമ്മളെ ലാസ്റ്റ് അവിടെയാണ് ചെല്ലാൻ പറഞ്ഞത്, SP പോർട്ടലിൻ്റെ പുതിയ ഹോസ്പിറ്റലിൽ. പക്ഷേ പിന്നെ നമ്മൾ പോയില്ല, അവിടെയാണ് ചെല്ലാൻ പറഞ്ഞത് ആ ഡോക്ടർ. അത് ഇവർക്കുള്ള ഹോസ്പിറ്റൽ തന്നെ. അപ്പോൾ അതിലാണ് കൊച്ചുവിൻ്റെ ഓപ്പറേഷൻ നടന്നിരിക്കുന്നത്. ഇപ്പോൾ റെസ്റ്റിലായിരിക്കും. അപ്പോൾ റെസ്റ്റ് എടുത്ത് ഇനി കുറേ ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്ത് ഒക്കെ ഡാൻസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ചെയ്താലും എഡിറ്റ് ചെയ്യാനും എടുക്കാനും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം ആ മോൻ്റെ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു അവർ തമ്മിൽ ആ ഒരു സ്വരചേർച്ചക്കേട് വന്ന് ചില മനുഷ്യരുണ്ട് എത്ര ഇതായിട്ട് അവർ തമ്മിൽ പിണങ്ങിയാലും അവരെ ഇണക്കി കൊണ്ടുവരാൻ ഒരു പെൺകുട്ടി മാത്രം മതി. അതിപ്പം നിങ്ങൾ തമ്മിലുള്ള ഒരു കാര്യമല്ലേ, അതിൽ നിന്നത് നിങ്ങൾ അനിയനും ചേട്ടനും അല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് മാറ്റിയെടുക്കുന്നവർ പെൺകുട്ടികളുമുണ്ട്. വീട്ടിലുള്ളവർ നല്ലവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സഹിക്കണം. അതിപ്പോൾ നമ്മളൊരു അന്യ കുടുംബത്തിൽ പോയാൽ അതൊക്കെ സഹിച്ച് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അവരുമുണ്ട്, എണ്ണയിൽ എരിയേറ്റി കൊടുക്കുന്ന വീട്ടുകാരുമുണ്ട്. പക്ഷേ അങ്ങനെ ഉള്ളവർക്കാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത്. അവിടെ ഇപ്പം മൃദുലയുടെ അമ്മ ആ വീട്ടിലെ കൂടെ ഉണ്ട്. അച്ഛൻ മരണപ്പെട്ടപ്പോഴത്തേക്ക് അങ്ങ് പോയി, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പോവും, പിന്നെ ഇവിടെ ഉണ്ട്. അപ്പം മിനിയാന്ന് ഈ നമ്മൾ ആ കൊച്ചുവിൻ്റെ ഓപ്പറേഷൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അവരെ വീട്ടിൽ ആഹാരത്തിൻ്റെ ചലഞ്ച് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. രാവിലെ പിന്നെ ഓരോരുത്തർക്ക് ഒരേ ഐറ്റം ഓർഡർ ചെയ്യുന്നു, ഉച്ചയ്ക്ക് ഒരേ ഐറ്റം ഓർഡർ ചെയ്യുന്നു, 4 മണിക്ക് ചായയും കടിയും ഓർഡർ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് ഒരുപാട് വിഷമം തോന്നി നമുക്ക്. പ്രവീൺ പ്രണവ് എന്ന അനിയനും ചേട്ടനും ഇത്രയ്ക്കും മാറിപ്പോയോ എന്നുള്ളൊരു വിഷമമുണ്ട് നമുക്ക്. കാര്യം ആ പഴയ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടും കൂടി നിങ്ങൾ കാണാൻ വേണ്ടി നമ്മളെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മയ്ക്ക് തുല്യം നിങ്ങളുടെ അമ്മയെപ്പോലുള്ള അമ്മമാരായ ഞങ്ങളെല്ലാം കാത്തിരിക്കുന്നു. ആ അനുജൻ്റെ മനസ്സിൽ പ്രവീൺ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രവീണിൻ്റെ ഒരു ഇത് അവിടെ പ്രവീണിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കണ്ടില്ല. ബാക്കി എല്ലാവരും വന്ന് പ്രണവിന് ഉമ്മ കൊടുക്കുന്നത് കണ്ടു. പേര് മാറിപ്പോകും പറയുമ്പോഴത്തേക്ക്, അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ ഒരിത് എത്രയായാലും ആ അനിയൻ്റെ ഉള്ളിൽ എപ്പോഴായാലും വിഷമം കാണും. അപ്പോൾ ആ വീഡിയോയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി സങ്കടം തോന്നി. ഇതൊക്കെ ഒരു ചെറിയ എന്തെങ്കിലും നിങ്ങളെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വീട്ടിനകത്ത് ഒതുക്കി അത് നമുക്ക് എരുത്തിയിൽ എണ്ണ തന്നെ നമ്മുടെ ഇതിലും ഫാമിലി മെമ്പേഴ്സിലും ആൾക്കാർ കാണും. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ കൂടപ്പിറപ്പിനെയും കൂടെ നിർത്തേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. ഇപ്പം നമ്മളുടെ ഭാര്യ വീട്ടുകാരെ അല്ല നമ്മൾ നോക്കാനുള്ളത്, നമ്മളുടെ അച്ഛനെയും അമ്മയെയും നമ്മുടെ
കുടുംബത്തിനെയും നമ്മുടെ കൂടെ നിർത്തേണ്ടത് നമ്മളുടെ ഒരു കടമയാണ്. അപ്പോൾ ആ കൊച്ചുവിൻ്റെ ഒരു വിഷമം അവസാനം അവൻ ടാറ്റയും പറഞ്ഞ് ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മളെ വീട്ടിൽ ഒരംഗം കയറി പോകുന്നത് പോലെയാണ് നമുക്ക് തോന്നിയത്. ഇതുപോലെ തന്നെയാണ് ഒത്തിരി പേരും കമൻ്റ് ഇട്ടേക്കുന്നത്. ആ ഒരു സങ്കടം നമുക്ക് മനസ്സിൽ തോന്നി. അപ്പം കൊച്ചുവിന് എത്രയും പെട്ടെന്ന് ഇതൊക്കെ റെഡിയായി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് പഴയതുപോലെ ഡാൻസ് ചെയ്യാനും വീഡിയോ ചെയ്യാനും എല്ലാം പെട്ടെന്ന് തന്നെ അസുഖങ്ങളെല്ലാം മാറി മോനോ നല്ല ഇതായിട്ട് റെഡിയായിട്ട് വരാനായിട്ട് പ്രാർത്ഥിക്കാം. മോൻ്റെ തൊട്ടടുത്തുള്ള കടയ്ക്കലുള്ള ഒരു ഫാമിലി ഒരു സബ്സ്ക്രൈബറാണ്. അപ്പം എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായി റെഡിയായി വരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. എൻ്റെ നാട്ടുകാരനായ ഒരു മോന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു പ്രണവ് കൊച്ചു ഈ പേര് മാറിപ്പോകും കേട്ടോ, നിങ്ങൾ സോറി. രണ്ടുപേരും പ്രണവും പ്രവീണും അല്ലേ, അതുകൊണ്ട് എപ്പോഴും പ്രവീൺ ചിലപ്പം പ്രവീൺ എന്ന് പറഞ്ഞാൽ പ്രണവായിപ്പോവും, പ്രണവ് കൊച്ചു എന്നായിപ്പോവും, പ്രവീൺ കൊച്ചു എന്നായിപ്പോവും, അങ്ങനെയൊക്കെ മാറിപ്പോവും. അങ്ങനെ അപ്പോഴ് അവർ രണ്ടുപേരും പെട്ടെന്ന് ചോറ് കൊടുപ്പിൻ്റെ അന്ന് വന്നിട്ട് കൊട്ടാരക്കര എൻ്റെ മോൻ്റെ കൊച്ചിനും അവിടെ വെച്ചാണ് ചോറ് കൊടുത്തത്. എന്തോ ഒരു കരച്ചിലായിരുന്നെന്നറിയാമോ, എന്തോ ഒരു കരച്ചിലായിരുന്നു. എനിക്ക് ആ ഓർമ്മയാണ് വന്നത് ഈ മോന് ചോറ് കൊടുക്കാൻ കൊണ്ടവിടെ വന്നപ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ നല്ലതുപോലെ സന്തോഷമായിട്ട് രണ്ട് കുടുംബവും എത്രയും പെട്ടെന്ന് തന്നെ സന്തോഷത്തിൽ ആവാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചുവിൻ്റെ അസുഖങ്ങളെല്ലാം മാറി ആ പഴയതുപോലെ ഡാൻസൊക്കെ ചെയ്ത് അതേപോലെ ആവാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റുകൾ ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല. കമൻറ്റുകൾ ഇട്ട് എൻ്റെ വിവരങ്ങൾ അറിയിക്കാൻ ഒട്ടും നിങ്ങൾ മടിക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ. മഴയാണ്, എല്ലായിടവും പനിയാണ്, പകർച്ചപ്പനിയാണ്, വൈറൽ പനിയാണ്. എല്ലാവരും സൂക്ഷിക്കുക, കരുതലോടെ ഇരിക്കുക. ടാറ്റാ ബൈ.